ദുരന്തർ ടു ദ റിവെഞ്ച് എന്ന സിനിമ നിലവിൽ നമ്മുടെ ബാഹുബലി 2 എന്ന സിനിമേന്റെയും അതുപോലെ തന്നെ നമ്മുടെ ഡെങ്കൽ എന്ന് പറഞ്ഞ രണ്ട് സിനിമേന്റെയും കളക്ഷനാണ് വേൾഡ് വൈഡ് ഇന്ത്യൻ സിനിമയിൽ തന്നെ ഹയസ്റ്റ് ഗ്രോസിംഗ് സിനിമകളെ തകർക്കാൻ ബാക്കിയുള്ളത്. ബാഹുബലി നോക്കുവാണെങ്കിൽ ഓൾമോസ്റ്റ് 1800 കോടിനടുത്ത് അപ്രോക്സിമേറ്റ് കാണാൻ സാധിക്കും നമുക്ക് ബാഹുബലി എന്ന സിനിമയുടെ ഫൈനൽ ഗ്രോസ് കളക്ഷൻ തകർക്കാനായിട്ട്. ഡെങ്കൽ സിനിമ നോക്കുകയാണെങ്കിൽ 2023-24 കോടിന് മുകളിലോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഹയസ്റ്റ് ഗ്രോസിംഗ് ഇന്ത്യൻ സിനിമ ദുരന്തർ ദ റിവെഞ്ച് എന്ന സിനിമയാണ് സെക്കൻഡ് പാർട്ട്. എന്തായാലും നിലവിലെ കളക്ഷൻ പരിശോധിക്കാം നമുക്ക്. നമ്മുടെ കേരളത്തിലെ സിനിമയ്ക്ക് 24-ാം ദിവസം ഓൾമോസ്റ്റ് ടോട്ടൽ 24 ദിവസം കൊണ്ട് സിനിമയ്ക്ക് 18,70,00,000 ആണ്. 25-ാം ദിവസം ഞായറാഴ്ചയാണ് 10 ലക്ഷം സിനിമയ്ക്ക് കളക്ഷൻ കാണുന്നുണ്ട് കേരളത്തില്. ടോട്ടൽ 25 ദിവസം കൊണ്ട് സിനിമയ്ക്ക് 18,80,00,000 ആണ്. അങ്ങനെ ടോട്ടൽ സിനിമയ്ക്ക് ഗ്രോസ് കളക്ഷൻ ആണ് 18,80,00,000. ഡിസ്ട്രിബ്യൂട്ടർ ഷെയർ ഇപ്പോൾ ഓൾമോസ്റ്റ് 8 കോടിന് മുകളിലോട്ട് കടന്നിരിക്കുകയാണ്, 8,04,00,000 ആയിട്ട്. എന്തായാലും ഇനി നമുക്ക് സൗത്തിലെ മറ്റ് കളക്ഷൻസ് പരിശോധിക്കുകയാണെങ്കിൽ കർണാടകയിലെ 132 കോടി കംപ്ലീറ്റ് ആയിരിക്കുകയാണ്, തെലങ്കാന 68 കോടി കംപ്ലീറ്റ് ആയിരിക്കുകയാണ്, ആന്ധ്രാപ്രദേശൊക്കെ 27 കോടി കംപ്ലീറ്റ് ആയിട്ടുണ്ട്, തമിഴ്നാട് 37 കോടി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കേരളത്തിൽ ഞാൻ പറഞ്ഞതാണ് ആദ്യമേ തന്നെ. മൊത്തം സൗത്ത് നിന്ന് മാത്രം സിനിമ 284 കോടി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ദുരന്തർ 2 സിനിമയുടെ ഫൈനൽ വേൾഡ് വൈഡ് കളക്ഷൻ നമ്പേഴ്സ് തന്നെയാണ്. ഓൾമോസ്റ്റ് 1763 കോടിനടുത്താണ് അപ്രോക്സിമേറ്റ് നമ്പേഴ്സ് കാണാൻ സാധിക്കുന്നത് നമ്മുടെ ദുരന്തർ 2 എന്ന സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ 25 ദിവസം കൊണ്ട്. എന്തായാലും നിലവിൽ നമ്മുടെ ദുരന്തർ ടു ദ റിവെഞ്ച് എന്ന സിനിമയുടെ കളക്ഷൻ അനുസരിച്ച് രണ്ട് സിനിമകൾക്ക് ഇനി ഭീഷണി തന്നെയാണ്. ഒന്ന് ദംഗൽ എന്ന് പറഞ്ഞ അമീർ ഖാൻ സിനിമ ഓൾമോസ്റ്റ് 2000 കോടിന്റെ മുകളിലാണ് സിനിമയുടെ ഫൈനൽ കളക്ഷൻ കാണാൻ സാധിക്കും. തൊട്ട് താഴെയായിട്ട് ബാഹുബലി 2 എന്ന സിനിമയുണ്ട് 1800 കോടിയായിട്ട്. അതിന് തൊട്ട് പിന്നാലെ ആയിട്ട് നമ്മുടെ ദുരന്തർ ടു ദ റിവെഞ്ച് എന്ന സിനിമയാണ്. ശരിക്കും അവിടെ നമ്മുടെ പുഷ്പ ടു ദ റോൾ എന്ന സിനിമയാണ്. പക്ഷെ ഒഫീഷ്യൽ ട്രാക്കേഴ്സിന്റെ കളക്ഷനിൽ സിനിമയ്ക്ക് അപ്രോക്സിമേറ്റ് ആയിട്ട് 1800 കോടിന് താഴെ ആയിട്ടാണ്, ഓൾമോസ്റ്റ് 1700 സംതിങ് ആയിട്ടാണ് സിനിമയുടെ ഫൈനൽ കളക്ഷൻ. പക്ഷെ സിനിമയുടെ ടീം അവകാശപ്പെടുന്ന ഒരു പോസ്റ്റേഴ്സിൽ തള്ളു കളക്ഷൻ ആണെന്ന് നമുക്ക് ഓൾമോസ്റ്റ് അറിയാം. എന്നാൽ പോലും ഒഫീഷ്യൽ പോസ്റ്റേഴ്സിന്റെ കളക്ഷനാണ് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഞാൻ ചാനലിൽ ദുരന്തർ 2, അതുപോലെ തന്നെ ബാഹുബലി 2, അതുപോലെ തന്നെ നമ്മുടെ പുഷ്പ 2 സിനിമ നമ്പേഴ്സ് ഒക്കെ ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത്. എന്തായാലും നിലവിലത്തെ സിറ്റുവേഷൻ അനുസരിച്ച് ബാഹുബലി 2ഉം അതുപോലെ തന്നെ ഡെങ്കൽ സിനിമയുമാണ് ഇനി നമ്മുടെ ദുരന്തർ 2വിന് തകർക്കാനുള്ള കളക്ഷൻസ്. എന്തായാലും കാത്തിരിക്കേണ്ട ചെയ്യുന്ന നമുക്ക് നമ്മുടെ ദുരന്തർ 2 ദ റിവെഞ്ച് എന്ന സിനിമയുടെ കൂടുതൽ ഗ്രോസ് കളക്ഷൻ ആയിട്ട് വരും ദിവസങ്ങളിൽ. അതിന് പക്ഷേ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്സ് ടു ചാനൽ.